ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുഞ്ഞൂസ് വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് തേങ്ങാച്ചോറ് നമ്മൾ കുക്കറിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വൈകുന്നേരത്തേക്ക്. അപ്പോൾ നമുക്കതിന് കറിയായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി മുളകൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ചട്ടിയുടെ പുറത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ചിക്കൻ ഒന്ന് പയ്യെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി ചിക്കൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ചില സ്ഥലത്ത് നല്ല മുളകൊക്കെ ഒരു നല്ല സെറ്റപ്പായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. മുളക് നന്നായി കൂടി എല്ലിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ച് നമ്മൾ ഒത്തിരി നേരം ഇത് ഒന്ന് മുളക് തിരുമ്മി വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഒരു വശം ഒന്ന് മറിച്ചിട്ടു, അതിന് ശേഷം അടുത്ത വശം കൂടി മറിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആദ്യം ചിക്കൻ വറുത്ത് കോരുകയാണ് ചെയ്തത്. ഒരു ട്രിപ്പ് വറുക്കുന്നതാണ് ഞാൻ കാണിക്കുന്നുള്ളൂ, പിന്നെ കുറച്ചിട്ടിട്ടുള്ളൂ. പിന്നെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവ പൊട്ടിയതിന് ശേഷം നമ്മൾ ഓൾറെഡി ഒരു സവാള, അതിൻ്റെ കൂടെ തന്നെ ഒരു 8 ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുത്തു. നമുക്ക് സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടണം, നല്ലതുപോലെ വഴറ്റി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ സവാളയുടെ കൂടെ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്ന 3 പച്ചമുളകാണ്. അത് നടുകെ കീറിയിട്ട് നമ്മൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ആ സമയത്ത് നമുക്കൊരു തക്കാളി അരിഞ്ഞെടുക്കാം. ആ തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ അടിയിൽ നമ്മൾ ചിക്കൻ വറുത്തപ്പോൾ പിടിച്ചിരിക്കുന്ന ആ ഒരു ഇതെല്ലാം നമുക്ക് ഇതിൽ നിന്ന് വിട്ട് കിട്ടും. അങ്ങനെ നമുക്ക് ആ പാത്രം നല്ല ക്ലീൻ പോലെ ആയിട്ട് കിട്ടും കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ രീതിയിലായി കിട്ടും. ഇതുപോലെ നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് സവാളയുടെ കൂടെ നമ്മുടെ തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ലതുപോലെ വഴന്ന് വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് എരിവുള്ള മുളക് പൊടിയും ആവശ്യത്തിന് കാശ്മീരി മുളക് പൊടിയും ഞാൻ ഒരുമിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. അപ്പോൾ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ഒരു നമ്മുടെ പൊടിയുടെ മസാലകളുടെ എല്ലാം ഒരു പച്ചമണം പോയി കിട്ടണം, മുളകിൻ്റെയും എല്ലാത്തിൻ്റെയും. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഓൾറെഡി നമ്മൾ ചിക്കൻ വറുത്ത് വച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് കുക്കാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ ചില്ല് കുപ്പിയിൽ ഉപ്പ് കലക്കി വച്ചിരിക്കുന്നതാണ്, കല്ലുപ്പ് ഇട്ട് വച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇളക്കുക. അപ്പോൾ ഇതിന് മുന്നേ ഒന്നും ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, ഈ ഒരു ടൈമിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് പറക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മസാലയുടെ മുകളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് ആ മസാലയുടെ എന്തെങ്കിലും പച്ചമണം ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഇത് വെളിച്ചെണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ തെളിഞ്ഞ് വന്നാലാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതായത് നമ്മുടെ ആ ഒരു ചിക്കനിലെല്ലാം നമ്മുടെ മസാല പറ്റി കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുക്കുന്നത് വളരെ നന്നായാൽ മാത്രമാണ് നമ്മുടെ കറി നല്ല ടേസ്റ്റ് ആവുള്ളൂ. കുറച്ച് നേരം നമുക്ക് ഇതുപോലെ ഇങ്ങനെ തന്നെ വച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഇളക്കി കൊടുത്ത ഒരു ചിക്കനിലെ മസാല എല്ലാം ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ എടുത്തിട്ട് ആ തേങ്ങ നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്ത് അതിൻ്റെ നല്ല കട്ടിയായിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നല്ലതുപോലെ കട്ടിയായിട്ട് പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആ പാൽ കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാലിലാണ് അപ്പോൾ നമ്മൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതാണോ അതെയോ ശരിയല്ലേ എന്നുള്ളത് അറിയാനെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ ആരും മറക്കരുത്. നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇത്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ വളരെ നല്ലൊരു കറി കൂടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ.
എന്നാലാണ് നമുക്ക് ആ ഒരു കറിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന വണ്ണം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. അതുകൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു കറി നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് തേങ്ങാച്ചോറിൻ്റെ കൂടെയായിട്ട് കഴിക്കുന്നത്. അപ്പോൾ കൂടെ നമുക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മളത് കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ വറുത്തതും ചിക്കൻ കറിയും കൂട്ടി തേങ്ങാച്ചോറ് കഴിക്കാൻ പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.